KSRTC അവിടുന്ന് നമ്മുടെ ഇല്ലത്താവ് ക്ഷേത്രം, അതുപോലെ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഇവിടുന്ന് ഇല്ലത്താവ് ക്ഷേത്രം, സെൻറ് മേരീസ് സ്കൂള്, അത് ഒരു 1000-ലധികം ഗേൾസ് പഠിക്കുന്ന സ്കൂളാണ്. 1000-ഓളം ഗേൾസ് പഠിക്കുന്ന സ്കൂളാണ്. BEd സെൻ്ററും എല്ലാം ഉണ്ട്. ആ റോഡിൽ ആണ് ഏറ്റവും കൂടുതൽ ലഹരിയുടെ പ്രശ്നം. നമുക്കൊന്ന് പിടിക്കണമല്ലോ. നമ്മുടെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ KSRTCയുടെ അവിടുന്ന് ഇല്ലത്താവ് ക്ഷേത്രം, സെൻറ് മേരീസ് സ്കൂള്, കോപ്പറേറ്റീവ് കോളേജ് റോഡ്. അല്ല, അത് അവിടെ നാട്ടുകാർ ഇടപെടത്തില്ലേ? അവിടുത്തെ അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഗേൾസ് പഠിക്കുന്ന പള്ളിക്കൂടത്തിന്റെ വരാതിലാണ് കച്ചവടം. നമ്മൾ മാക്സിമം ആളുകൾ ഇതിനെതിരായിട്ടുള്ള പ്രചാരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ റിസർച്ച് ടീം ഒന്ന് നോട്ട് ചെയ്തൊരു കാര്യം, DGPക്ക് നമുക്ക് ഇതിന് പരാതി കൊടുക്കണം. കാര്യം ആ റോഡിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ കച്ചവടത്തിനുണ്ടാക്കി നിങ്ങൾ പോലീസുകാരെ ശ്രദ്ധപ്പെടുത്തിയില്ലേ? ഉണ്ട്. അത് രാവിലെ ഒരു 8:30 സമയം മുതൽ ഒരു 10 മണി വരെ പിങ്ക് പോലീസുകാരുണ്ട്. അത് വൈകുന്നേരം പോലീസുകാരെ പേടിയില്ലേ അവർക്ക്? ഈ പോലീസുകാർ ഉള്ള സമയത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങ് മാറി. ഇന്നലെ സംഭവിച്ചു. ഞങ്ങളുടെ മുളങ്കാട് കാണാൻ പോയി അങ്ങോട്ട്. ഞങ്ങളവിടെ ഇറങ്ങി നിറഞ്ഞപ്പോൾ വാട്സപ്പിൽ അവർ സന്ദേശം അയച്ചു, ഈ ഭീകരന്മാർ ഇറങ്ങിയിട്ടുണ്ട്, രക്ഷപ്പെട്ടോളാം. ആ ചേട്ടാ നമസ്കാരം. സുഖമായിരിക്കുന്നോ? എന്താ? എന്റെ പേര് സുനിൽ. അപ്പം ഇത് എന്റെ വൈഫ്. വൈഫ് എന്ത് വൈഫായത്? ഹസ്ബൻഡ് ഒരു ആപത്തിപ്പെട്ട വൈഫ് ഒറ്റ ഓട്ടം. അതാണ് സാറിന്റെ പരിപാടി ഒന്ന് കാണാറുണ്ട്. ചേട്ടൻ 24-ലൂടെ നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നു. എന്തോ പറഞ്ഞ പരിപാടി? നമ്മുടെ പരിപാടി എന്തോ? സാറിന്റെ പരിപാടി ഞാൻ മെനിങ്ങാന്ന് വായിച്ചായിരുന്നു. അതിനെ കുറിച്ച് അപ്പൊ മയക്കുമരുന്നെതിരായിട്ടുള്ള ഒരു യാത്രയാണ്. വൈഫ് ഇനി മേലാ ഉണ്ടല്ലോ, ഹസ്ബൻഡിന് ഒരു പ്രശ്നം വന്നാൽ ഓടിക്കളയരുത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ചുമ്മാതായിട്ട് ആ ചേച്ചി ഓടിയൊന്നുമില്ല അല്ലേ പറഞ്ഞു. നമ്മളൊരു എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഒരു ചായ വേണമെങ്കിൽ നമുക്ക് അടിക്കാം. ചേട്ടാ ചായ എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളൊരു മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായിട്ടൊരു യാത്രയിലാണ് ചേട്ടാ. അല്ലേ സൂപ്പർ 2 ചായ അടി ചേട്ടാ. കാശ് കൃത്യമായിട്ട് തരും. കൃത്യമായിട്ട് തരും. ചേട്ടൻ്റെ പേരെന്തോ? അൻവർ. എത്ര കൊല്ലമായി നമ്മുടെ ചായ പരിപാടി? 10 കൊല്ലമായി. ചേട്ടൻ്റെ ഊരെങ്കെ? മനസ്സിലായി പ്രജിൻ. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടന്റെ ഊര് തമിഴ്നാട്ടിലാണെന്നുള്ളത്. അതാ ഞാൻ തമിഴ് ചോദിച്ചത്. പ്രജിൻ തമിഴ് അറിയാവോ? അത്യാവശ്യം. അനുജിക്കോ? ഒന്ന് പേശിയാലോ? ഇങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. ഇത് കണ്ടിട്ടുണ്ടോ? ഇതാണ് വെട്ടുകേക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സാധനമാണ് ഈ വെട്ടുകേക്ക്. പുതിയ വരുന്നുണ്ടോ? ചേട്ടാ നിൽക്കേട്ടാ, ചായ നല്ല കേക്കിന്റെ കാര്യം പറയപ്പെടാം ചേട്ടാ. ഇതാണ് വെട്ടുകേക്ക്. ഇത് സാധാരണ ഈ ആഫ്രിക്കൻ മരുഭൂമിയിൽ കാണാത്തൊരു സാധനം. സൂപ്പറാ ചേട്ടാ. ചായ എവിടെ വെച്ചു? അനുജ നല്ല സൂപ്പർ ചായ കേട്ടോ. ഈ 10 വർഷത്തിനിടെ അനുജ കുടിച്ച് ഏറ്റവും ചായ. ചേട്ടാ 10 സെക്കൻഡ് 15 വില ചേട്ടാ പരസ്യത്തിന്. ഞാൻ ഈ കേക്കിന് ചുമ്മാ ഒരു പരസ്യം കൊടുത്തല്ലേ ചേട്ടാ. പറയാം വെട്ട് കേക്ക് കൂടെ എടുത്ത് കാണിച്ചു. അല്ല ഇതുകൂടെ എടുത്ത് കാണിക്കാൻ. മടക്ക അല്ല ഈ ബോധക്കെട്ട് വീണ് 10,000 എന്ന് പറഞ്ഞപ്പോ. ഓക്കെ, ചായ വിത്തൗട്ടാണ്. എനിക്കെന്താ പഞ്ചസാരയുടെ അസുഖം ഉണ്ടോ? എന്താ ചേട്ടാ ഇത് കണ്ട? തമിഴ്നാട്ടുകാരുടെ ആക്രമണം കണ്ടില്ലേ നമ്മോട്? ഇത് കൊള്ളാം. നമ്മളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈവായിട്ടുള്ള ക്യാമറമാൻമാർക്ക് അവരെ ഒന്ന് കൊതിപ്പിച്ചാലോ? ഇത് കണ്ടായിരുന്നു? നിങ്ങളിത് കണ്ട?